ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിറങ്ങഫയുടെ സ്പെഷ്യൽ വീഡിയോ ഒരു ബ്രൗണിയാണ്. ന്യൂട്ടെല്ല ബ്രൗണി. ചിലർക്ക് കേക്ക്സിനേക്കാളും ഇഷ്ടം ഇതിനോട് കേട്ടോ. ശരിക്കും നല്ല രുചിയല്ലേ, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പം. ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ച് ബേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമ്മൾ ബട്ടർ പേപ്പർ വയ്ക്കുക. ബട്ടർ പേപ്പർ ഇതുപോലൊന്ന് വെച്ച് നോക്കുക, എളുപ്പമാണ്. 4 സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യണം. മീഡിയം സൈസ് ഒരു ബോട്ടിൽ ന്യൂട്ടെല്ല ടിന്നെടുത്തിട്ടുണ്ട്. ഏകദേശം അതൊരു 330 ഗ്രാമാണ്. കറക്റ്റ് അളവ് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയാം. പിന്നീട് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ 1 കപ്പ്, ബ്രൗൺ ഷുഗർ 1 കപ്പ്, പിന്നീട് എടുത്തത് ബട്ടർ 1 കപ്പ്, അൺസോൾട്ടഡ് എടുക്കണേ. മൈദ ഞാനൊന്ന് സീവ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടെല്ലൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് ബ്രൗണിക്ക് എന്നാ രുചിയാണെന്നറിയോ. പിന്നീട് എടുത്തത് വാനില എസൻസ് 1 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, എഗ്സ് 4 ലാർജ്, അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. നമുക്കിനിയിപ്പം ആ ബട്ടർ ഒന്ന് അൺസോൾട്ടഡ് ബട്ടർ 1 കപ്പ് ഒന്ന് മെൽറ്റ് ചെയ്യണം. നല്ലപോലെ മെൽറ്റ് ചെയ്ത് വരണേ. നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് തന്നെ ഉടനെ മാറ്റുക. മെൽറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്ന് റൂം ടെമ്പറേച്ചർ ആയിട്ടേ നമ്മൾ ബാറ്ററിൻ്റെ അകത്തോട്ട് ഒഴിക്കാവൂ. ഇനി നമുക്ക് ന്യൂട്ടെല്ല എടുക്കാം. ഈ കുപ്പി 330 ഗ്രാമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് അത് ഏകദേശം ഒരു 1 കപ്പേ ഉള്ള പോർഷൻ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു 1 കപ്പ് ഞാൻ ഈ മെഷറിംഗ് കപ്പിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ഞാൻ ആ കുപ്പി തന്നെ വെച്ചു. അത് ഏറ്റവും അവസാനം ഇതിൻ്റെ ബാറ്ററിൻ്റെ മുകളിലൊന്ന് ഇടാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെയൊക്കെ ഞാൻ ഇപ്പം ഒരു 1 കപ്പാണ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു 1.5 കപ്പ് എടുത്താലും രുചി കൂടത്തേ ഉള്ളൂ. എൻ്റെ കുപ്പിയിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. പിന്നീട് മിക്സിങ്ങിന് വേണ്ടി ഒരു ബൗൾ വെച്ചിട്ട് നമുക്ക് ആ 4 എഗ്സും പൊട്ടിക്കാം. ശരിക്കും റൂം ടെമ്പറേച്ചർ ആയിരിക്കണേ, അത് മറക്കല്ലേ. എഗ്ഗും യോക്കും ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട, എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. എഗ്ഗ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന സോൾട്ട് ഉണ്ടല്ലോ 1/2 ടീസ്പൂൺ, അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടണം. പിന്നീട് ബ്രൗൺ ഷുഗർ 1 കപ്പ്, അതും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണം. ശരിക്കും ഭയങ്കര എളുപ്പമാണ്. എല്ലാം കൂടെ 5 മിനിറ്റ് പോലും വേണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്ത് കയറ്റാൻ പറ്റും. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ന്യൂട്ടെല്ല ഇടാം. ഏകദേശം 1 കപ്പുണ്ട്. 2 ടേബിൾ സ്പൂണ് കുപ്പിക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രൗണിയുടെ റെസിപ്പി പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അധികം റെസിപ്പികൾക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് മേബിളാണ്. ശരിക്കും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബ്രൗണിയാണ്. പിന്നീട് നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 1 കപ്പ് ബട്ടർ. ഇപ്പം ഒട്ടും ചൂട് ഇതിനില്ല കേട്ടോ. എനിക്കെപ്പോഴും ബ്രൗണി എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്നത് ഒരു ട്രേക്കകത്തോടെ ഒരു ബ്രൗണി പീസ് വെച്ച് ഐസ്ക്രീമൊക്കെ വെച്ച് മോളിൽ ഇച്ചിരി ചോക്ലേറ്റ് സോസും സ്ട്രോബെറിയൊക്കെ ഇട്ട് സെർവ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പം മൈദയുടെ മിക്സ് ഇടാമേ. അത് കുറേശ്ശെ ഇടുക, എന്നിട്ട് അത് നല്ലപോലെ ഇളക്കുക. ഇനിയിപ്പം നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യത്തില്ല കേട്ടോ. മൈദയെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനിയിപ്പം നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിക്കാമേ.
ആ ബാറ്റർ ഒഴിച്ചപ്പം കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സിൽക്കിയായിട്ട് നല്ലപോലെ വേവ് ചെയ്താൽ വന്ന് വീണുകൊണ്ടിരുന്നത്. നമുക്ക് ഇനിയിപ്പം ആ മാറ്റി വെച്ചേക്കുന്ന ന്യൂട്ടെല്ല 2 ടേബിൾ സ്പൂണില്ലേ, കുറച്ചുകൂടി ഇട്ടാലും നല്ലതാണ്. അല്ലെ ചോക്ലേറ്റ് ചിപ്സുകളിടാം, എന്താണെങ്കിലും റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അതെല്ലാം ഞാൻ ഇപ്പോൾ ഇത് മുകളിലോട്ടേ ഇടുന്നുള്ളൂ, കുറച്ച് ന്യൂട്ടെല്ല എൻ്റെ ഉള്ളൂ. അത് മുകളിലോട്ടിട്ടതിന് ശേഷം ആ ഫോർക്ക് വെച്ച് നമ്മളൊന്ന് 6 ആക്കായിട്ടെല്ലാം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. കേക്കൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് തണുത്തതിന് ശേഷം നമ്മൾ മുറിക്കാമെന്ന് പറയും. പക്ഷേ ബ്രൗണി അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ചൂടോടുകൂടി തന്നെ നമ്മൾ സ്ക്വയർ പീസാക്കി വെക്കണേ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ. ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ഇടയ്ക്കാവും. എനിക്ക് ഒരു 50 മിനിറ്റ് എടുത്ത് കേട്ടോ. നമ്മളത് ബേക്കിംഗ് ഓവനിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ചാറി കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പറോട് നമുക്ക് പൊക്കിയെടുത്തിട്ട് ചെറിയ പീസാക്കി മുറിച്ച് മുഴുവൻ തണുത്തതിന് ശേഷം ടിന്നിലാക്കി അടച്ച് സൂക്ഷിക്കാം കേട്ടോ. ശരിക്കും ബ്രൗണിയും ഐസ്ക്രീമും ഒരു ഇച്ചിരി സ്ട്രോബെറിയും കൂടെ ഒക്കെ വെച്ചാൽ സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.